അൽഹംദുലില്ലാ ഇതും കൂടിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് തള്ളിക്കയറ്റും. നമുക്കൊക്കെ പരിചയമുള്ള, നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ കാണുന്നതാണ്. ചെറിയ മക്കൾക്ക് എത്ര ഭക്ഷണം കൊടുത്താലും അവർ നന്നായി നല്ല ശരീരമൊക്കെ ഉള്ള, നല്ല ആരോഗ്യമൊക്കെ ഉള്ള, നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാകാൻ ഏറ്റവും നല്ല മരുന്ന്, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല കിടക്കുന്ന സംവിധാനങ്ങൾ എല്ലാം നമ്മൾ നൽകും. നമ്മൾ ആലോചിക്കും, ഇങ്ങനെ വാരി നിർബന്ധിച്ച് ദീനിന്റെ ഓരോ ചര്യകളും നമ്മൾ മക്കൾക്ക് നൽകാറുണ്ടോ? രക്ഷിതാക്കൾ ആലോചിക്കണ്ട, നൽകാറുണ്ടോ? എവിടെ നമ്മളുള്ളത്? ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും തിന്നത് പോരാന്ന് പറഞ്ഞ് ചീത്തറിയും. പക്ഷെ തിന്നുമ്പോ ബിസ്മില്ല പറഞ്ഞോ, ശേഷം അൽഹംദുലില്ലാ പറഞ്ഞോ, ആ വിഷയത്തിൽ ഉമ്മാക്ക് അല്പം ജാഗ്രത. തിന്നിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവും. ചെറിയൊരു ഉദാഹരണം, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ, വസ്ത്രം ധരിക്കുന്നിടത്ത് രണ്ടുപേരും വാങ്ങിച്ച വസ്ത്രത്തിൽ ഭാര്യ അവൾ ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുക്കും. രണ്ടാൾക്കിടയിൽ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായി. ചിലപ്പോ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം തന്നെ, ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം എന്താ? വസ്ത്രത്തുമ്മല കുട്ടി ആ വസ്ത്രം ധരിച്ചില്ല, ഞാൻ കൊടുത്ത വസ്ത്രം ധരിച്ചില്ല, ഓള് പറഞ്ഞ വസ്ത്രം ധരിച്ചത്, തുമ്മൽ വരെ അടിയുണ്ടായ കേസുണ്ട്. അതുവരെ നമ്മൾ ജാഗ്രതയിൽ കാണാൻ. എന്നാൽ ആ വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് പഠിപ്പിക്കുന്നിടത്ത് പലപ്പോഴും ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിച്ച ഉമ്മാക്ക് ഉപ്പാക്ക് ഉണ്ടാവില്ല. അവിടെയാണ് ഇൽമു ശർഈ എത്രത്തോളം പ്രധാനം എന്ന് മനസ്സിലാണ്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞാലേ അള്ളാഹിനെ ഭയപ്പെടാൻ പറ്റും. ഇൽമുണ്ടായാലേ, ദീനുണ്ടായാലേ അള്ളാഹിനെ ഭയപ്പെടാൻ പറ്റൂ. എന്താ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാകുന്നു, ഇൽമുള്ളവർ മാത്രമാകുന്നു. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഹലാലാക്കിയതും ഹറാമാക്കിയതും എന്തൊക്കെയാണ്? ഹറാമുകൾ ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണ്? ലഹരി, പ്രണയം, പോലീസ് പിടിക്കും, ചീത്തപ്പേരുണ്ടാകുന്നാണോ? ഒരാള് ലഹരിക്ക് അടിമപ്പെട്ടു, ഒരാൺകുട്ടി ലഹരി ഉപയോഗിച്ചു, പോലീസ് പിടിച്ചാലോ? അല്ലെങ്കിൽ ഒരു ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനിസ്ലാമികമായ അഫയറുകൾ ഏർപ്പെട്ടു, ആളുകൾ അറിഞ്ഞാലോ? നാണക്കേടല്ലേ? ഇതാണോ വിഷയം? അല്ല, അള്ളാഹുവിന് ഇഷ്ടല്ല, റബ്ബിന് കോപാണ്. പ്രണയം എന്ന പേരിട്ട് കാണിക്കുന്ന തോന്നിവാസം അള്ളാഹു വെറുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കത് വേണ്ട. നോക്കിങ്ങള്, ലഹരി നശിപ്പിക്കുന്നത് വ്യക്തിത്വത്തെയാണ്, ജീവിതത്തെയാണ്, സ്വർഗസുഖത്തെയാണ്. പ്രണയവും അങ്ങനെ തന്നെയാണ്. എല്ലാ നിലക്കും ഐഡന്റിറ്റി ഇല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത ഒരു വർഗത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് രണ്ടും ലഹരിയാണ്. വല്ലാഹുൽ